സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നും നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം. അപ്പം ഞാനിന്നും പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ മഴയൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെയൊക്കെ നല്ല പൊരിഞ്ഞ മഴ എന്ന് പറയുകയാണ് കേട്ടോ. ഭയങ്കര മഴയാണ്. പക്ഷേ അപകടങ്ങളൊന്നും ഇതുവരെ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ ഏരിയയിൽ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പക്ഷേ മഴ തിമിർത്ത് പെയ്യുന്നതാണ്. മരങ്ങളൊക്കെ കാറ്റിൽ നന്നായിട്ട് ആടി ഉലഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം കേട്ടോ. ചിലപ്പം പറയില്ലേ, നീ പറയുന്നൊന്നും കേൾക്കില്ല എന്ന് പറയില്ലേ. അപ്പോൾ നീ പറയുന്നൊന്നും ഞാൻ കേൾക്കില്ല എന്ന് എങ്ങനെ ഇംഗ്ലീഷ് പറയാ? ഐ വോണ്ട് ലിസ്റ്റൺ ടു എനിത്തിങ് യു സേ. നീ പറയുന്നൊന്നും ഞാൻ കേൾക്കില്ല. ഐ വോണ്ട് ലിസ്റ്റൺ ടു എനിത്തിങ് യു സേ. നീ പറയുന്നൊന്നും ഞാൻ കേൾക്കില്ല. ഐ വോണ്ട് ലിസ്റ്റൺ ടു എനിത്തിങ് യു സേ. നീ പറയുന്നൊന്നും ഞാൻ കേൾക്കില്ല. ഐ വോണ്ട് ലിസ്റ്റൺ ടു എനിത്തിങ് യു സേ. നീ പറയുന്നൊന്നും ഞാൻ കേൾക്കില്ല. ഭയങ്കര കാറ്റായിരുന്നു പറയില്ലേ. കാലാവസ്ഥ ഇപ്പം അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇറ്റ് വാസ് ടെറിബിളി വിൻഡി ടുഡേ. ഇന്ന് ഭയങ്കര കാറ്റായിരുന്നു. 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 ഉറങ്ങുന്ന സമയത്ത് കാറ്റ് ശക്തിയായി വീശുന്ന ശബ്ദം കേട്ടു. എങ്ങനെ പറയാ? ഐ ഹേർഡ് ദ സൗണ്ട് ഓഫ് വിൻഡ് ബ്ലോയിങ് ഹാർഡ് അറ്റ് നൈറ്റ് വൈൽ ഐ വാസ് സ്ലീപ്പിംഗ്. രാത്രി ഉറങ്ങുന്ന സമയത്ത് കാറ്റ് ശക്തിയായി വീശുന്ന ശബ്ദം കേട്ടു. ഐ ഹേർഡ് ദ സൗണ്ട് ഓഫ് ദ വിൻഡ് ബ്ലോയിങ് ഹാർഡ് അറ്റ് നൈറ്റ് വൈൽ ഐ വാസ് സ്ലീപ്പിംഗ്. രാത്രി ഉറങ്ങുന്ന സമയത്ത് കാറ്റ് ശക്തിയായി വീശുന്ന ശബ്ദം കേട്ടു. ഐ ഹേർഡ് ദ സൗണ്ട് ഓഫ് വിൻഡ് ബ്ലോയിങ് ഹാർഡ് അറ്റ് നൈറ്റ് വൈൽ ഐ വാസ് സ്ലീപ്പിംഗ്. രാത്രി ഉറങ്ങുന്ന സമയത്ത് കാറ്റ് ശക്തിയായി വീശുന്ന ശബ്ദം കേട്ടു. ഐ ഹേർഡ് ദ സൗണ്ട് ഓഫ് വിൻഡ് ബ്ലോയിങ് ഹാർഡ് അറ്റ് നൈറ്റ് വൈൽ ഐ വാസ് സ്ലീപ്പിംഗ്. രാത്രി ഉറങ്ങുന്ന സമയത്ത് കാറ്റ് ശക്തിയായി വീശുന്ന ശബ്ദം കേട്ടു. ഐ ഹേർഡ് ദ സൗണ്ട് ഓഫ് വിൻഡ് ബ്ലോയിങ് ഹാർഡ് അറ്റ് നൈറ്റ് വൈൽ ഐ വാസ് സ്ലീപ്പിംഗ്. രാത്രി ഉറങ്ങുന്ന സമയത്ത് കാറ്റ് ശക്തിയായി വീശുന്ന ശബ്ദം കേട്ടു. ആടി ഉലയുന്നത് കാണുമ്പോൾ പേടി തോന്നി എന്നെങ്ങനെ പറയാ? ഐ ഫെൽറ്റ് സ്കേർഡ് വെൻ ഐ സോ ദ ട്രീസ് സോയിങ്. മരങ്ങൾ ആടി ഉലയുന്നത് കാണുമ്പോൾ പേടി തോന്നി. ഐ ഫെൽറ്റ് സ്കേർഡ് വെൻ ഐ സോ ദ ട്രീസ് സോയിങ്. മരങ്ങൾ ആടി ഉലയുന്നത് കാണുമ്പോൾ പേടി തോന്നി. ഐ ഫെൽറ്റ് സ്കേർഡ് വെൻ ഐ സോ ദ ട്രീസ് സോയിങ്. മരങ്ങൾ ആടിയിലയെന്ന് കാണുമ്പോൾ പേടി തോന്നി. ഐ ഫെൽറ്റ് സ്കേർഡ് വെൻ ഐ സോ ദ ട്രീസ് സോയിങ്. മരങ്ങൾ ആടിയിലയെന്ന് കാണുമ്പോൾ പേടി തോന്നി. ആടിയിലയെന്ന് കാണുമ്പോൾ പേടി തോന്നി എന്ന് എങ്ങനെ പറയാ? ഐ ഫെൽറ്റ് സ്കേർഡ് വെൻ ഐ സോ ദ ട്രീസ് സോയിങ്. മരങ്ങൾ ആടിയിലയെന്ന് കാണുമ്പോൾ പേടി തോന്നി. ഐ ഫെൽറ്റ് സ്കേർഡ് വെൻ ഐ സോ ദ ട്രീസ് സോയിങ്. മരങ്ങൾ ആടിയിലെന്ന് കാണുമ്പോൾ പേടി തോന്നി. ഐ ഫെൽറ്റ് സ്കേർഡ് വെൻ ഐ സോ ദ ട്രീസ് സോയിങ്. മരങ്ങൾ ആടിയിലെന്ന് കാണുമ്പോൾ പേടി തോന്നി. ഐ ഫെൽറ്റ് സ്കേർഡ് വെൻ ഐ സോ ദ ട്രീസ് സോയിങ്. മരങ്ങൾ ആടിയിലെന്ന് കാണുമ്പോൾ പേടി തോന്നി. മാങ്ങ തുരുതുരെ വീഴുന്നുണ്ടായിരുന്നു. രാത്രിയാകുമ്പോൾ കാറ്റ് വീശുമ്പോൾ എങ്ങനെയാണ്? മാങ്ങ തുരുതുരെ വീഴും. അപ്പോൾ അതിനെങ്ങനെ പറയാ? ദ മാംഗോസ് വേർ ഫാളിങ് ഡൗൺ. മാങ്ങ തുരുതുരെ വീഴുന്നുണ്ടായിരുന്നു. ദ മാംഗോസ് വേർ ഫാളിങ് ഡൗൺ. മാങ്ങ തുരുതുരെ വീഴുന്നുണ്ടായിരുന്നു. ദ മാംഗോസ് വേർ ഫാളിങ് ഡൗൺ. മാങ്ങ തുരുതുരെ വീഴുന്നുണ്ടായിരുന്നു. പൊടിപ്പുറത്തുറങ്ങാൻ നല്ല രസം എന്നിങ്ങനെ പറയാ?
ഇറ്റ്സ് നൈസ് ടു സ്ലീപ്പ് അണ്ടർ എ ബ്ലാങ്കറ്റ് ഇൻ ദ റെയിൻ. മഴയത്ത് മൂടി പുതച്ചുറങ്ങാൻ നല്ല രസം. ഇറ്റ്സ് നൈസ് ടു സ്ലീപ്പ് അണ്ടർ എ ബ്ലാങ്കറ്റ് ഇൻ ദ റെയിൻ. മഴയത്ത് മൂടി പുതച്ചുറങ്ങാൻ നല്ല രസം. ഇറ്റ്സ് നൈസ് ടു സ്ലീപ്പ് അണ്ടർ എ ബ്ലാങ്കറ്റ് ഇൻ ദ റെയിൻ. മഴയത്ത് മൂടി പുതച്ചുറങ്ങാൻ നല്ല രസം. ഇത് മൂടി പുതച്ചുറങ്ങാൻ നല്ല രസം എന്നിങ്ങനെ പറയാം. ഇറ്റ്സ് നൈസ് ടു സ്ലീപ്പ് അണ്ടർ എ ബ്ലാങ്കറ്റ് ഇൻ ദ റെയിൻ. മഴയത്ത് മൂടി പുതച്ചുറങ്ങാൻ നല്ല രസം. ഇറ്റ്സ് നൈസ് ടു സ്ലീപ്പ് അണ്ടർ എ ബ്ലാങ്കറ്റ് ഇൻ ദ റെയിൻ. മഴയത്ത് മൂടി പുതച്ചുറങ്ങാൻ നല്ല രസം. ഇറ്റ്സ് നൈസ് ടു സ്ലീപ്പ് അണ്ടർ എ ബ്ലാങ്കറ്റ് ഇൻ ദ റെയിൻ. മഴയത്ത് മൂടി പുതച്ചുറങ്ങാൻ നല്ല രസം. ഇറ്റ്സ് നൈസ് ടു സ്ലീപ്പ് അണ്ടർ എ ബ്ലാങ്കറ്റ് ഇൻ ദ റെയിൻ. മഴയത്ത് മൂടി പുതച്ചുറങ്ങാൻ നല്ല രസം. അമ്മയെ സ്വപ്നം കണ്ടു എന്ന് എങ്ങനെ പറയാം? യെസ്റ്റർഡേ ഐ ഡ്രീംഡ് ഓഫ് മൈ മദർ. ഇന്നലെ ഞാൻ അമ്മയെ സ്വപ്നം കണ്ടു. യെസ്റ്റർഡേ ഐ ഡ്രീംഡ് ഓഫ് മൈ മദർ. ഇന്നലെ ഞാൻ അമ്മയെ സ്വപ്നം കണ്ടു. യെസ്റ്റർഡേ ഐ ഡ്രീംഡ് ഓഫ് മൈ മദർ. ഇന്നലെ ഞാൻ അമ്മയെ സ്വപ്നം കണ്ടു. യെസ്റ്റർഡേ ഐ ഡ്രീംഡ് ഓഫ് മൈ മദർ. ഇന്നലെ ഞാൻ അമ്മയെ സ്വപ്നം കണ്ടു. യെസ്റ്റർഡേ ഐ ഡ്രീംഡ് ഓഫ് മൈ മദർ. ഇന്നലെ ഞാൻ അമ്മയെ സ്വപ്നം കണ്ടു. മുറിയിൽ ഉറങ്ങാൻ വന്നു എന്നെങ്ങനെ പറയാം? മോം കെയിം ടു സ്ലീപ്പ് ഇൻ ദ റൂം. അമ്മ മുറിയിൽ ഉറങ്ങാൻ വന്നു. മോം കെയിം ടു സ്ലീപ്പ് ഇൻ ദ റൂം. അമ്മ മുറിയിൽ ഉറങ്ങാൻ വന്നു. മോം കെയിം ടു സ്ലീപ്പ് ഇൻ ദ റൂം. അമ്മ മുറിയിൽ ഉറങ്ങാൻ വന്നു. മോം കെയിം ടു സ്ലീപ്പ് ഇൻ ദ റൂം. അമ്മ മുറിയിൽ ഉറങ്ങാൻ വന്നു. മോം കെയിം ടു സ്ലീപ്പ് ഇൻ ദ റൂം. അമ്മ മുറിയിൽ ഉറങ്ങാൻ വന്നു. കണ്ണ് തുറന്നപ്പോൾ ഉള്ളൊന്ന് വിങ്ങി എന്നെങ്ങനെ പറയാ? വെൻ ഐ സഡൻലി ഓപ്പൺ മൈ ഐസ് മൈ ഹേർട്ട് സാങ്. പെട്ടെന്ന് കണ്ണ് തുറന്നപ്പോൾ ഉള്ളൊന്നു വിങ്ങി. വെൻ ഐ സഡൻലി ഓപ്പൺ മൈ ഐസ് മൈ ഹേർട്ട് സാങ്. പെട്ടെന്ന് കണ്ണ് തുറന്നപ്പോൾ ഉള്ളൊന്ന് വിങ്ങി. വെൻ ഐ സഡൻലി ഓപ്പൺ മൈ ഐസ് മൈ ഹേർട്ട് സാങ്. പെട്ടെന്ന് കണ്ണ് തുറന്നപ്പോൾ ഉള്ളൊന്നു വിങ്ങി. വെൻ ഐ സഡൻലി ഓപ്പൺ മൈ ഐസ് മൈ ഹേർട്ട് സാങ്. പെട്ടെന്ന് കണ്ണ് തുറന്നപ്പോൾ ഉള്ളൊന്നു വിങ്ങി. ഞാൻ എല്ലാം വന്ന അമ്മയോട് പറയുമായിരുന്നു എന്നെങ്ങനെ പറയാം? ഇൻ ദ പാസ്റ്റ് ഐ വുഡ് കം ആൻഡ് ടെൽ മൈ മദർ എവരിത്തിങ്. പണ്ട് ഞാൻ എല്ലാം അമ്മയോട് വന്ന് പറയുമായിരുന്നു. ഇൻ ദ പാസ്റ്റ് ഐ വുഡ് കം ആൻഡ് ടെൽ മൈ മദർ എവരിത്തിങ്. പണ്ട് ഞാൻ എല്ലാം അമ്മയോട് പറയുമായിരുന്നു. ഇൻ ദ പാസ്റ്റ് ഐ വുഡ് കം ആൻഡ് ടെൽ മൈ മദർ എവരിത്തിങ്. പണ്ട് ഞാൻ എല്ലാം അമ്മയോട് പറയുമായിരുന്നു. ഇൻ ദ പാസ്റ്റ് ഐ വുഡ് കം ആൻഡ് ടെൽ മൈ മദർ എവരിത്തിങ്. പണ്ട് ഞാൻ എല്ലാം അമ്മയോട് പറയുമായിരുന്നു. ഇരിക്കുന്നെങ്ങനെ പറയാ? എവരിത്തിങ് വാസ് ഹേർഡ്. എല്ലാം കേട്ടിരിക്കും. 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 ജൂൺ മാസം തുടങ്ങിയാലും മഴ പെയ്യാറില്ല എന്നെങ്ങനെ പറയാം? ഇൻ ദ പാസ്റ്റ് ഇറ്റ് നെവർ റെയിൻഡ് ഈവൺ ഇൻ ജൂൺ. പണ്ട് ജൂൺ മാസം തുടങ്ങിയാലും മഴ പെയ്യാറില്ല. ഇൻ ദ പാസ്റ്റ് ഇറ്റ് നെവർ റെയിൻഡ് ഈവൺ ഇൻ ജൂൺ. ജൂൺ മാസം തുടങ്ങിയാലും മഴ പെയ്യാറില്ല. ഇൻ ദ പാസ്റ്റ് ഇറ്റ് നെവർ റെയിൻഡ് ഈവൺ ഇൻ ജൂൺ. ജൂൺ മാസം തുടങ്ങിയാലും മഴ പെയ്യാറില്ല. മാസം മുതലേ മഴ തുടങ്ങി എന്നെങ്ങനെ പറയാ? ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് മേ നൗ. ഇപ്പോൾ മെയ് മാസം മുതലേ മഴ തുടങ്ങി. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് മേ നൗ. ഇപ്പോൾ മെയ് മാസം മുതലേ മഴ തുടങ്ങി. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് മേ നൗ. ഇപ്പോൾ മെയ് മാസം മുതലേ മഴ തുടങ്ങി. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് മേ നൗ. ഇപ്പോൾ മെയ് മാസം മുതലേ മഴ തുടങ്ങി. ചോദിച്ചോട്ടെ എന്നിങ്ങനെ പറയാ? ലെറ്റ് മീ ആസ്ക് യു സംതിങ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ. 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 ഒരിക്കലും പരസ്യത്തിൻ്റെ പെരുമഴ എന്നിങ്ങനെ പറയാം?
എവരിവെയർ യു ലുക്ക് ദർ ഇസ് എ ബാരേജ് ഓഫ് അഡ്വർടൈസിങ്. എവിടെ നോക്കിയാലും പരസ്യത്തിൻ്റെ പെരുമഴ. എവരിവെയർ യു ലുക്ക് ദർ ഇസ് എ ബാരേജ് ഓഫ് അഡ്വർടൈസിങ്. എവിടെ നോക്കിയാലും പരസ്യത്തിൻ്റെ പെരുമഴ. എവരിവെയർ യു ലുക്ക് ദർ ഇസ് എ ബാരേജ് ഓഫ് അഡ്വർടൈസിങ്. എവിടെ നോക്കിയാലും പരസ്യത്തിൻ്റെ പെരുമഴ. എവരിവെയർ യു ലുക്ക് ദർ ഇസ് എ ബാരേജ് ഓഫ് അഡ്വർടൈസിങ്. എവിടെ നോക്കിയാലും പരസ്യത്തിൻ്റെ പെരുമഴ. പരസ്യം കണ്ടിരിക്കാൻ നല്ല രസമാണെന്ന് എങ്ങനെ പറയാം? ഇറ്റ്സ് നൈസ് ടു സീ സം ആഡ്സ്. ചില പരസ്യം കണ്ടിരിക്കാൻ നല്ല രസം. ഇറ്റ്സ് നൈസ് ടു സീ സം ആഡ്സ്. ചില പരസ്യം കണ്ടിരിക്കാൻ നല്ല രസം. ഇറ്റ്സ് നൈസ് ടു സീ സം ആഡ്സ്. ചില പരസ്യം കണ്ടിരിക്കാൻ നല്ല രസം. ഇറ്റ്സ് നൈസ് ടു സീ സം ആഡ്സ്. ചില പരസ്യം കണ്ടിരിക്കാൻ നല്ല രസം. ചില പരസ്യം പാട്ടിലൂടെ ആവും. എങ്ങനെ പറയാം? സം അഡ്വർടൈസ്മെൻറ്റ് വിൽ ബി ത്രോ സോങ്. ചില പരസ്യം പാട്ടിലൂടെ ആവും. സം അഡ്വർടൈസ്മെൻറ്റ് വിൽ ബി ത്രോ സോങ്. ചില പരസ്യം പാട്ടിലൂടെയാവും. സം അഡ്വർടൈസ്മെൻറ്റ് വിൽ ബി ത്രോ സോങ്. ചില പരസ്യം പാട്ടിലൂടെയാവും. സം അഡ്വർടൈസ്മെൻറ്റ് വിൽ ബി ത്രോ സോങ്. ചില പരസ്യം പാട്ടിലൂടെയാവും. പരസ്യം നമ്മളെ മനസ്സിൽ നിന്ന് പോവില്ല എന്നെങ്ങനെ പറയാം? സം അഡ്വർടൈസ്മെൻറ്റ് വിൽ നെവർ ലീവ് അവർ മൈൻഡ്സ്. ചില പരസ്യം നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല. സം അഡ്വർടൈസ്മെൻറ്റ് വിൽ നെവർ ലീവ് അവർ മൈൻഡ്സ്. ചില പരസ്യം നമ്മളുടെ മനസ്സിൽ നിന്ന് പോവില്ല. സം അഡ്വർടൈസ്മെൻറ്റ് വിൽ നെവർ ലീവ് അവർ മൈൻഡ്സ്. ചില പരസ്യം നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല. എഴുതാനുള്ളതൊക്കെ എഴുതി തീർത്തു എന്നെങ്ങനെ പറയാം? ഐ ഫിനിഷ്ഡ് റൈറ്റിംഗ് എവറിത്തിങ് ഐ ഹാഡ് ടു റൈറ്റ് യെസ്റ്റർഡേ. ഇന്നലെ എഴുതാനുള്ളതൊക്കെ എഴുതി തീർത്തു. ഐ ഫിനിഷ്ഡ് റൈറ്റിംഗ് എവറിത്തിങ് ഐ ഹാഡ് ടു റൈറ്റ് യെസ്റ്റർഡേ. ഇന്നലെ എഴുതാനുള്ളതൊക്കെ എഴുതി തീർത്തു. ഐ ഫിനിഷ്ഡ് റൈറ്റിംഗ് എവറിത്തിങ് ഐ ഹാഡ് ടു റൈറ്റ് യെസ്റ്റർഡേ. ഇന്നലെ എഴുതാനുള്ളതൊക്കെ എഴുതി തീർത്തു. ഐ ഫിനിഷ്ഡ് റൈറ്റിംഗ് എവറിത്തിങ് ഐ ഹാഡ് ടു റൈറ്റ് യെസ്റ്റർഡേ. ഇന്നലെ എഴുതാനുള്ളതൊക്കെ എഴുതി തീർത്തു. എല്ലാം തീർന്നപ്പോൾ നേരം ഒരുപാടായി എന്നെങ്ങനെ പറയാം? ഇറ്റ് വാസ് ഓൾറെഡി ടു ലേറ്റ് വെൻ എവറിത്തിങ് വാസ് ഫിനിഷ്ഡ്. എല്ലാം തീർന്നപ്പോൾ നേരം ഒരുപാടായി. ഇറ്റ് വാസ് ഓൾറെഡി ടു ലേറ്റ് വെൻ എവറിത്തിങ് വാസ് ഫിനിഷ്ഡ്. എല്ലാം തീർന്നപ്പോൾ നേരം ഒരുപാടായി. ഇറ്റ് വാസ് ഓൾറെഡി ടു ലേറ്റ് വെൻ എവറിത്തിങ് വാസ് ഫിനിഷ്ഡ്. എല്ലാം തീർന്നപ്പോൾ നേരം ഒരുപാടായി. ഇറ്റ് വാസ് ഓൾറെഡി ടു ലേറ്റ് വെൻ എവറിത്തിങ് വാസ് ഫിനിഷ്ഡ്. എല്ലാം തീർന്നപ്പോൾ നേരം ഒരുപാടായി. തൂങ്ങി നിന്നു എന്നെങ്ങനെ പറയാം? സ്ലീപ്പ് ഹങ് ഇൻ മൈ ഐസ്. കണ്ണുകളിൽ ഉറക്കം തൂങ്ങി നിന്നു. സ്ലീപ്പ് ഹങ് ഇൻ മൈ ഐസ്. കണ്ണുകളിൽ ഉറക്കം തൂങ്ങി നിന്നു. സ്ലീപ്പ് ഹങ് ഇൻ മൈ ഐസ്. കണ്ണുകളിൽ ഉറക്കം തൂങ്ങി നിന്നു. സ്ലീപ്പ് ഹങ് ഇൻ മൈ ഐസ്. കണ്ണുകളിൽ ഉറക്കം തൂങ്ങി നിന്നു. ഞാൻ ഉറങ്ങിപ്പോയി. ഐ ഫീൽ അസ്ലീപ് വൈൽ ലേയിങ് ഡൗൺ. ഞാൻ കിടന്നതും ഉറങ്ങിപ്പോയി. ഐ ഫീൽ അസ്ലീപ് വൈൽ ലേയിങ് ഡൗൺ. ഞാൻ കിടന്നതും ഉറങ്ങിപ്പോയി. ഐ ഫീൽ അസ്ലീപ് വൈൽ ലേയിങ് ഡൗൺ. ഞാൻ കിടന്നതും ഉറങ്ങിപ്പോയി. മുതൽ മഴ തിമിർത്ത് പെയ്യുകയാണ് എന്നെങ്ങനെ പറയാം? ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഹെവിലി സിൻസ് ദിസ് മോർണിംഗ്. രാവിലെ മുതൽ മഴ തിമിർത്ത് പെയ്യുകയാണ്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഹെവിലി സിൻസ് ദിസ് മോർണിംഗ്. രാവിലെ മുതൽ മഴ തിമിർത്ത് പെയ്യുകയാണ്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഹെവിലി സിൻസ് ദിസ് മോർണിംഗ്. രാവിലെ മുതൽ മഴ തിമിർത്ത് പെയ്യുകയാണ്. ഇറ്റ് ഹാസ് ബീൻ റെയിനി ഹെവിലി സിൻസ് ദിസ് മോർണിംഗ്. രാവിലെ മുതൽ മഴ തിമിർത്ത് പെയ്യുകയാണ്. ഇറ്റ് ഹാസ് ബീൻ റെയിനി ഹെവിലി സിൻസ് ദിസ് മോർണിംഗ്. രാവിലെ മുതൽ മഴ തിമിർത്ത് പെയ്യുകയാണ്. അങ്ങനെ പറയാൻ തോന്നിയില്ല എന്നെങ്ങനെ പറയാം? ഐ ഡിഡ് നോട്ട് ഫീൽ ലൈക്ക് സെയിങ് ദാറ്റ്. എനിക്കങ്ങനെ പറയാൻ തോന്നിയില്ല.
ഐ ഡിഡ് നോട്ട് ഫീൽ ലൈക്ക് സെയിങ് ദാറ്റ്, എനിക്കങ്ങനെ പറയാൻ തോന്നിയില്ല. ഐ ഡിഡ് നോട്ട് ഫീൽ ലൈക്ക് സെയിങ് ദാറ്റ്, എനിക്കങ്ങനെ പറയാൻ തോന്നിയില്ല. നമ്മൾ ചിലപ്പോൾ ഒക്കെ പറയാറുണ്ടല്ലേ, എനിക്കങ്ങനെ പറയാൻ തോന്നിയില്ല. ഐ ഡിഡ് നോട്ട് ഫീൽ ലൈക്ക് സെയിങ് ദാറ്റ്, എനിക്കങ്ങനെ പറയാൻ തോന്നിയില്ല. ഡെവലപ്പ് ആക്കാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, അത് നമ്മൾ സംസാരിച്ച് പഠിക്കുക കേട്ടോ. അപ്പോൾ ഞാനെന്നും പറയുന്ന പോലെ പറയുകയാണ്, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി എപ്പിസോഡ് കാണുക, അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക. അപ്പോഴേ ഫ്ലുവൻസി ഡെവലപ്പ് ആവൂ. അപ്പോൾ ഓക്കെ, ബൈ.